കണ്ടെത്തിയ പെൺകുട്ടികളെ ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകും. താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം പൂനെയിലെത്തി. കുട്ടികളെ കണ്ടെത്താനായതിന്റെ സന്തോഷം കുടുംബാംഗങ്ങൾ 24-നോട് പങ്കുവച്ചു. പുലർച്ചെ പൂനെയിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച കുട്ടികളെ സസൂൺ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. പിന്നീട് സ്ത്രീകളുടെയും കുട്ടികളുടെയും കെയർ ഹോമിലേക്ക് മാറ്റി. രാവിലെ 8 മണിയോടെ മുംബൈയിലെത്തിയ താനൂർ പോലീസ് സംഘം റോഡ് മാർഗമാണ് പൂനെയിൽ എത്തിയത്. നാളെ ഉച്ചയോടെ കുട്ടികളെ താനൂരിൽ എത്തിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാട്ടിൽ തിരിച്ചെത്തിയാലുള്ള പ്രതികരണങ്ങളെക്കുറിച്ചാണ് കുട്ടികൾക്ക് ഇപ്പോഴുള്ള ആശങ്ക. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് നടത്തും. മക്കളെ തിരിച്ചു കിട്ടാൻ സഹായിച്ചവരോടൊക്കെ നന്ദി പറയുകയാണ് കുടുംബങ്ങൾ. വലിയ ആശ്വാസം തന്നെയാണ്. നമ്മളെ മക്കളെ കിട്ടിയാൽ ഒന്നും സംഭവിക്കാതെ നമുക്ക് കിട്ടിയല്ല. വീഡിയോ കോളിൽ സംസാരിച്ച് DYSP സാർ നമ്പർ തന്ന് മക്കളായിട്ട് സംസാരിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മോളൊന്നും എത്തി കിട്ടിയാൽ മതി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാൻ. അളീൻ്റെ ഫോണിൽ ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ മോളോട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളോട് വരാൻ. അച്ഛനൊന്നും ചെയ്യൊന്നും പറയില്ല മോളെ ഒന്നും വേണ്ട എത്തി കിട്ടിയാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളോട്. കുട്ടികളോടൊപ്പം യാത്ര ചെയ്ത യുവാവിന് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി വിവരമില്ല. നാട്ടിലെത്തുന്ന മുറയ്ക്ക് ഇയാളെയും ചോദ്യം ചെയ്യും. സാധാരണ ജീവിതത്തിലേക്കുള്ള മടക്കം കൂടിയാണ് പെൺകുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. അനുഭാവപൂർവ്വമുള്ള ഒരു കരുതൽ അവർക്ക് കിട്ടേണ്ടതുമുണ്ട്. പൂനെയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.